തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുരുഭവനപുരിയുടെ വികസന വൈകല്യം ചൂണ്ടിക്കാട്ടി ശക്തമായ പോരിനിറങ്ങി NDA. കേന്ദ്ര പദ്ധതികൾക്ക് പുറമെ മറ്റൊരു വികസനവും ഗുരുവായൂരിൽ ഉണ്ടായില്ലെന്നാണ് BJPയുടെ പ്രധാന പ്രചാരണം. നഗരസഭയിൽ ഇടത് വലത് ധാരണയുണ്ടായതായും BJP ആരോപിക്കുന്നു. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഗുരുവായൂർ നഗരസഭ വീണ്ടും ഒരു ജനഹിതം തേടുമ്പോൾ വികസനം തന്നെയാണ് ചർച്ചയാക്കുന്ന പ്രധാന വിഷയം. ക്ഷേത്രനഗരം അർഹിക്കുന്ന വികസനം സാധ്യമാക്കാൻ മാറി മാറി ഭരിച്ച സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞ നഗരസഭാ ഭരണസമിതികൾക്കും സാധ്യമായിട്ടുണ്ടോ എന്നാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ആത്മാർത്ഥതയില്ലായ്മയും നേതൃസ്ഥിരതയില്ലായ്മയും കമ്മീഷൻ രാജ്യമാണ് ക്ഷേത്രനഗരിയെ ഇന്നും പുറകോട്ടടിക്കുന്നത്. 40 വർഷം കൊണ്ട് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഴുക്കച്ചാൽ പദ്ധതി എവിടെ എത്തി നിൽക്കണു? 9 വർഷമായിട്ട് ഇപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു കുടിവെള്ള പദ്ധതി, വേണ്ട രീതിയിൽ പ്രകാശ നഗരം പദ്ധതി എന്ന് പറഞ്ഞ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കണു. ലൈറ്റുകളില്ല. ഇതൊരു തീർത്ഥാടന നഗരിയാണ്. രാത്രിയും പകലും കൊണ്ട് പ്രകാശം വരേണ്ട ഒരു സ്ഥലമാണ്. ലൈറ്റുകളില്ല, വേണ്ട രീതിയിൽ കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, പാർക്കിംഗ് ഗ്രൗണ്ടുകളില്ല, തകർന്ന റോഡാണ്. 40 വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഴുക്കുചാൽ പദ്ധതി. ഇത്തരം ഒരു മുന്നണിയിൽ ഇനിയും ഗുരുവായൂരിൽ തിരഞ്ഞെടുക്കണമെന്നാണ് ഗുരുവായൂർ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. വികസന വിരുദ്ധതയും വിശ്വാസികൾക്കെതിരെയുള്ള നിലപാടുകളും BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ അതിനെ മറികടക്കാൻ ഇടതു വലതു മുന്നണികൾ പരസ്പര ധാരണയിലെത്തിയതായാണ് BJP ആരോപിക്കുന്നത്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒന്നായിക്കൊണ്ട് പല വാർഡുകളിലും BJPക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല, ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി ഒന്നുകിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ ദുർബലരാക്കി നിർത്തുക, അവർ പരസ്പരം വോട്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇന്ന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. പ്രസാദം, അമൃത് നഗരം തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 250 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഗുരുവായൂരിൽ പുരോഗമിക്കുന്നുണ്ട്. ശക്തമായ ഗ്രൂപ്പ് പോര് നഗരസഭയിൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കുന്നുമുണ്ട്. ഇത് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. ജനം, തൃശൂർ.